പ്ലസ് 1 കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഹെൻറി ഹെർട്സ് ആണ് 1887. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഒരു എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ആണ് ചിത്രത്തിൽ കാണുന്നത്. ഇതിനകത്ത് ഇതൊരു ഇവാക്യുവേറ്റഡ് ട്യൂബാണ്. ഇതിനകത്ത് ഗ്യാസസ് ഒന്നുമില്ല, വാക്വമാണ് ഇതിനകത്ത്. അവിടെ ഒരു മെറ്റൽ എടുത്തിട്ടുണ്ട്. എല്ലാ മെറ്റൽസിൽ നിന്നും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഉണ്ടാകുന്നില്ല. എന്താണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞു തരാം. ഇതൊരു മെറ്റൽ സർഫസ് ആണ്. ആ മെറ്റൽ സർഫസിലേക്ക് ലൈറ്റ് വന്ന് പതിക്കും. ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. ഈ ഇലക്ട്രോൺസ് ഇവിടെ ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ഈ ഡിറ്റക്ടർ ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഡിറ്റക്ടർ എത്ര ഇലക്ട്രോൺസ് വന്നു, ആ ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി എന്താണ് എന്നൊക്കെ മെഷർ ചെയ്യും. ഇനി ഇതിനെ ഒരു അമീറ്ററും ഒരു ബാറ്ററിയുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് അമീറ്റർ. അതിലെ പോസിറ്റീവ് പോളിനോട് ഡിറ്റക്ടർ കണക്ട് ചെയ്തിരിക്കുന്നു. മെറ്റലിനെ കാഥോഡായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. മെറ്റല് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ചില ഫ്രീക്വൻസിയുള്ള ലൈറ്റ് മെറ്റൽ സർഫസസിൽ വന്ന് പതിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ എല്ലാ മെറ്റൽ സർഫസിലും വന്ന് പതിക്കുമ്പോഴല്ല, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആണിത്. ഈ മെറ്റലിന്റെ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ ആ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേവ് നേച്ചറിന് സാധിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇതാണ് എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഈ പരീക്ഷണം നടത്തിയപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒബ്സർവേഷൻസ് ആണ് ഇത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ലൈറ്റ് മെറ്റലിന്റെ സർഫസിൽ വന്ന് പതിച്ച് അപ്പൊ തന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അവിടെ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നു. അതായത് ഒരു ടൈം ലാഗ് അവിടെ ഉണ്ടായില്ല. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്സർവേഷൻ. ദി ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ്, പുറത്തേക്ക് വന്നു ഫ്രം ദ മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് ദ ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്സ് ദ സർഫസ്. ഈ ബീം ഓഫ് ലൈറ്റ് ഇവിടെ വന്ന് ഇടിച്ചപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നു. ആ റെഡ് ലൈൻ കൊണ്ട് അണ്ടർലൈൻ ചെയ്തത് മാത്രം ഒന്ന് വായിച്ചു നോക്കിക്കേ. ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് as soon as the beam of light strikes the surface. That is, there is no time lag between the striking of the light and ejection of electrons. Okay. രണ്ടാമത്തെ observation, the number of electrons ejected is proportional to the intensity or brightness of light. എത്ര ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നു എന്നുള്ളത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഇന്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ വന്നു പതിക്കുന്ന ലൈറ്റിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം, ഫോർ ഈച്ച് മെറ്റൽ ദർ ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫ്രീക്വൻസി കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. പല മെറ്റൽസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പല മെറ്റൽസ് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴും പല ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വന്ന് പതിച്ചപ്പോഴാണ് അവിടെ നിന്ന് ഇലക്ട്രോൺസ് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഓരോ മെറ്റലിനും ഓരോ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് വേണം ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെ ഒരു മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. സോ ദ മിനിമം ഫ്രീക്വൻസി ഓഫ് ദ ലൈറ്റ് റിക്വയർഡ് ടു ഇജക്ട് ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് മെറ്റൽ. ഈ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യാൻ ആവശ്യമായ മിനിമം ഫ്രീക്വൻസി, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. ആ ത്രെഷോൾഡ് ഫ്രീക്വൻസിയിൽ താഴെ ഫ്രീക്വൻസിയുള്ള ഒരു ലൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ അവിടെ നിന്ന് എന്ത് നടക്കില്ല? ഇലക്ട്രോൺസിന്റെ ഇജക്ഷൻ നടക്കില്ല. അതായത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടക്കില്ല. അത് മനസ്സിലായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ പൊട്ടാസ്യം മെറ്റൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഹൈ ഇന്റൻസിറ്റിയുള്ള റെഡ് ലൈറ്റ് പതിപ്പിച്ചു. റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് the frequency of red light is equal to 4.3 to 4.6 into 10 raised to 14 hertz into 10 raised to 14 hertz. ഇതാണ് റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസി. അപ്പോൾ യാതൊന്നും സംഭവിച്ചില്ല, അവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തില്ല. ഹൈ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റാണ് ഉപയോഗിച്ചത്. എന്നാൽ യെല്ലോ ലൈറ്റ് ഉപയോഗിച്ചു, ഇന്റൻസിറ്റി വളരെ കുറഞ്ഞ യെല്ലോ ലൈറ്റ് ഉപയോഗിച്ചു. യെല്ലോ ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5.1 to 5.2 into 10 raised to 14 ഹെർട്സ് ആണ്. നോക്കിക്കേ, യെല്ലോ ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇതാണ്, റെഡ് ലൈറ്റിന്റെ ഫ്രീക്വൻസി ഇതാണ്. ഹൈ ഇന്റൻസിറ്റിയുള്ള റെഡ് ലൈറ്റ് കൊടുത്തപ്പോൾ അവിടെ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടന്നില്ല. എന്നാൽ വളരെ ഇന്റൻസിറ്റി കുറഞ്ഞ യെല്ലോ ലൈറ്റ് കൊടുത്തപ്പോൾ അവിടെ എന്ത് നടന്നു? ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് നടന്നു. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം എന്താണ്? ഇന്റൻസിറ്റിയിലല്ല കാര്യം. ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യണമെങ്കിൽ കൊടുക്കുന്ന ലൈറ്റ് ഒരു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ളതായിരിക്കണം, അല്ല എങ്കിൽ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ളതായിരിക്കണം. ആ മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് പതിച്ചാലേ ആ മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. അതാണ് മനസ്സിലായ ഒരു കാര്യം. ഇവിടെ പൊട്ടാസ്യത്തിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 5 into 10 raised to 14 hertz ആണ്. സോ 5 into 10 raised to 14 ഹെർട്സ് ആണ് പൊട്ടാസ്യം മെറ്റലിന്റെ ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസിയേക്കാൾ കുറഞ്ഞ ഫ്രീക്വൻസി ഉള്ളതാണ് റെഡ് ലൈറ്റിന്. അപ്പൊ റെഡ് ലൈറ്റ് വന്ന് പതിച്ചപ്പോൾ പൊട്ടാസ്യം മെറ്റലിന് എന്ത് സംഭവിച്ചില്ല? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടന്നില്ല. എന്നാൽ ഇന്റൻസിറ്റി കുറഞ്ഞ യെല്ലോ ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് നടന്നു. അതാണ് മൂന്നാമത്തെ ഒബ്സർവേഷൻ. നാലാമത്തെ ഒബ്സർവേഷൻ എന്താണ്? The kinetic energy of the ejected electrons increase with increase in frequency of light used. കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി കൂടിയതായിട്ട് കണ്ടെത്തി. കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോൺ പുറത്തേക്ക് വന്നു. ഓക്കെ, സോ ദീസ് ആർ ദ 4 ഒബ്സർവേഷൻസ്. ഈ 4 ഒബ്സർവേഷനിൽ എല്ലാ ഒബ്സർവേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ ക്ലാസിക്കൽ ലോ ഓഫ് ഫിസിക്സിന് സാധിച്ചില്ല, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്ക് സാധിച്ചില്ല. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി ഇന്റൻസിറ്റി ഓർ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചു. കാരണം നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ എനർജി എമിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ടാണ്. എനർജി ഈസ് എമിറ്റഡ് കണ്ടിന്യൂസ്ലി. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന എനർജി ആർക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ കണ്ടു. ദാറ്റ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി. ഇന്റൻസിറ്റിക്കാണ് പ്രൊപ്പോർഷണൽ. ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ അത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതിന്റെ വേവ് ലെങ്തിനെയോ ഫ്രീക്വൻസിയെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇന്റൻസിറ്റി ഓഫ് ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. അത് ശരിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ച്. എന്നാൽ ഈ ഒരു മിനിമം ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് പതിച്ചാലേ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യൂ എന്ന് പറയുന്ന കാര്യം, അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫ്രീക്വൻസി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല? ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ ക്ലാസിക്കൽ ലോ ഓഫ് ഫിസിക്സിന് സാധിച്ചില്ല. ഓക്കെ, പിന്നീട് 1905 ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് പ്ലാങ്കിന്റെ ക്വാണ്ടം തിയറി വെച്ചിട്ട് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇനി ഈ ഫോട്ടോ ഇലക്ട്രിക്കിന് വ്യക്തമായൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത സയന്റിസ്റ്റ് ഐൻസ്റ്റീൻ ആണ്. അദ്ദേഹം പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി ഉപയോഗിച്ചിട്ടാണ് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുത്തത്. അപ്പൊ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അത് കണ്ടു പഠിക്കാത്തവര് ആ ക്ലാസ് ഒന്ന് കണ്ടു പഠിക്കണം. ഇപ്പൊ ജസ്റ്റ് എന്താണ് ക്വാണ്ടം തിയറി എന്ന് ഞാൻ ഒന്ന് പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് റേഡിയേഷൻസ് എനർജി എമിറ്റ് ചെയ്യുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ്, ചെറിയ ചെറിയ പാക്കറ്റുകളായിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചെറിയ പാക്കറ്റിൽ, ഓരോ പാക്കറ്റിലും, ഞാൻ അവിടെ പാല് പാക്കറ്റായിട്ടാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞത്, ആ ഓരോ പാക്കറ്റിലും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ട്. ആ എനർജിയെയാണ് നമ്മൾ ക്വാണ്ടം എന്ന് വിളിച്ചത്.
ഇനി ലൈറ്റ് ആണ് വന്ന് പതിക്കുന്ന റേഡിയേഷൻ എങ്കിൽ ആ ക്വാണ്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ എന്ന്. ഇനി ഈ ഫോട്ടോണിന്റെ എനർജി അല്ലെങ്കിൽ ആ ക്വാണ്ടം ഓഫ് എനർജി ആർക്ക് പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു? ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് യൂസ്ഡ്. ആ ലൈറ്റിന്റെ ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ് എമിറ്റ് ചെയ്യുന്ന എനർജി. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് ഇദ്ദേഹം കൊടുത്ത എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ലൈറ്റ് ഇവിടെ വന്ന് പതിക്കുമ്പോൾ, അതായത് സഫീഷ്യന്റ് എനർജിയുള്ള ഫോട്ടോൺസ് ആണ് വന്ന് പതിക്കുന്നത്. ലൈറ്റ് പതിക്കുക എന്ന് പറഞ്ഞാൽ ലൈറ്റിനകത്ത് എന്തുണ്ട്? എനർജി പാക്കറ്റ്സ് ഉണ്ട്. അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺസ്. അപ്പൊ ആ ഫോട്ടോൺസ് ഈ മെറ്റലിന്റെ സർഫസിൽ വന്ന് പതിക്കുമ്പോൾ ഈ ഫോട്ടോണിന്റെ മുഴുവൻ എനർജിയും ഈ മെറ്റലിന് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും, മെറ്റലിലുള്ള ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യും. ട്രാൻസ്ഫർ ചെയ്ത് അപ്പൊ തന്നെ ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇജക്ട് ചെയ്യും. ശരിയല്ലേ? അപ്പൊ അതാണ് ഒന്നാമത്തെ എക്സ്പ്ലനേഷൻ. അപ്പൊ സഫീഷ്യന്റ് എനർജി ഉള്ള ഫോട്ടോൺ ആയിരിക്കണം വന്ന് പതിക്കുന്നത്. എങ്ങനെയാണ് സഫീഷ്യന്റ് എനർജി ഉണ്ടോ എന്ന് അറിയുന്നത്? ഈ എനർജി ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? ഫ്രീക്വൻസിക്ക് പ്രൊപ്പോർഷണൽ ആണ്. അതായത് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് ആയിരിക്കണം വന്ന് പതിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്വാണ്ടം തിയറി അനുസരിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ ആയില്ലേ? ഇവിടെ എനർജി എമിറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്. സോ വെൻ ഫോട്ടോൺ ഓഫ് സഫീഷ്യന്റ് എനർജി സ്ട്രൈക്സ് ഓൺ മെറ്റൽ സർഫസ്, the photon transfers its entire energy and electron ejected without any delay. അങ്ങനെ ഇലക്ട്രോൺ വളരെ പെട്ടെന്ന് ഇജക്ട് ചെയ്യും. ഇനി വന്ന് പതിക്കുന്ന ഫോട്ടോണിന്റെ എനർജി കൂടുതലാണെന്ന് വിചാരിക്കുക. വളരെ കൂടുതൽ എനർജിയാണ് ഇവിടെ വന്ന് പതിക്കുന്നതെങ്കിൽ അത്രയും എനർജി മുഴുവൻ അത് ഈ മെറ്റലിലെ ഇലക്ട്രോൺസിന് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. സോ ഫോട്ടോണിന്റെ എനർജി കൂടുന്നതിനനുസരിച്ച് പുറത്തേക്ക് വരുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. കൂടുതൽ എനർജിയുള്ള ഫോട്ടോൺ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ കൈനറ്റിക് എനർജി കൂടി. അങ്ങനെയാണ് എക്സ്പ്ലനേഷൻ കൊടുത്തത്. ഓക്കെ, സോ അതാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റർ ദ എനർജി ഓഫ് ഫോട്ടോൺ, ഗ്രേറ്റർ വിൽ ബി ഇറ്റ്സ് ട്രാൻസ്ഫർ ഓഫ് എനർജി ടു ഇലക്ട്രോൺ ആൻഡ് ഗ്രേറ്റർ ഈസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ. പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് വന്ന് പതിക്കുക എന്ന് പറഞ്ഞു. അതായത് സഫീഷ്യന്റ് എനർജി ഉള്ള ഒരു ലൈറ്റ്, അതിനകത്ത് ഫോട്ടോൺസ് ഉണ്ട്, അത് വന്ന് പതിക്കുമ്പോഴാണ് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഇനി സപ്പോസ് വന്ന് പതിക്കുന്ന ലൈറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക. എന്താണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി? മിനിമം ഫ്രീക്വൻസി ടു ഇജക്ട് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. ഈ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യാൻ ഒരു മിനിമം ഫ്രീക്വൻസി വേണം ഈ ലൈറ്റിന്. ആ മിനിമം ഫ്രീക്വൻസിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ത്രെഷോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. അതിപ്പം പൊട്ടാസ്യം മെറ്റൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രെഷോൾഡ് ഫ്രീക്വൻസി ആയിരിക്കില്ല റുബീഡിയം ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ ഓരോ മെറ്റലിനും അത് ഓരോന്നാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ കൂടിയ ഫ്രീക്വൻസിയുള്ള ലൈറ്റ് ഉപയോഗിക്കുകയാണ് എങ്കിൽ എനർജി എന്തായിരിക്കും? സപ്പോസ് മിനിമം എനർജി എന്ന് പറയുന്നത് h⁻0 ആണെന്ന് വിചാരിക്കുക. മിനിമം എനർജി ഈസ് h⁻0. ഈ മിനിമം എനർജി എന്തിനു വേണ്ടിയുള്ളതാണ്? ടു ഇജക്ട് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വർക്ക് ഫംഗ്ഷൻ. എന്താണ്? വർക്ക് ഫംഗ്ഷൻ. ദ മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ഇലക്ട്രോൺ ഫ്രം ദ മെറ്റൽ സർഫസ്. അതാണ് വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് E = h⁻0 ആണ്. ഇനി വന്ന് പതിക്കുന്ന ലൈറ്റ് ത്രെഷോൾഡ് ഫ്രീക്വൻസിയേക്കാൾ ഹയർ ഫ്രീക്വൻസി ഉള്ള ഒരു ലൈറ്റ് ആണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് അവിടെ എനർജി എന്ന് പറയുന്നത് hν ആണെന്ന് വിചാരിക്കുക. ഈ ന്യൂ എന്ന് പറയുന്നത് ന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ν0 ആണ്. അങ്ങനെയാണ് എങ്കിൽ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും കൂടുന്നത്, അല്ലെ? അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ എഴുതുന്നേ? ½ mv².
കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുന്ന ഫോർമുല ഏതല്ലേ, ഹാഫ് mv², വിച്ച് ഈസ് ഈക്വൽ ടു, ഇവര് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. അതായത് ഇത് ആവശ്യത്തിലധികമുള്ള എനർജി, അതായത് ഫ്രീക്വൻസി കൂടുതലുള്ള ലൈറ്റ് ആണ്. ഇതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, വർക്ക് ഫംഗ്ഷൻ കുറയ്ക്കണം. കാരണം ഈ വർക്ക് ഫംഗ്ഷൻ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു, ഇലക്ട്രോൺസിനെ പുറത്തേക്ക് തള്ളുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ ബാക്കിയുള്ള എമൗണ്ട് ഓഫ് എനർജിയാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്, കൈനറ്റിക് എനർജി ഓഫ് ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ വിച്ച് ഈസ് ഓൾസോ ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് W0 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം, hν ഈസ് ഈക്വൽ ടു ഹാഫ് mv² പ്ലസ് hν0. ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. hν എനർജിയുള്ള ഫോട്ടോൺ വന്ന് പതിച്ചപ്പോൾ പുറത്തേക്ക് വന്ന ഇലക്ട്രോണിനും എന്ത് തന്നെ ഉണ്ടായിരിക്കണം, അത്രയും എമൗണ്ട് ഓഫ് എനർജി തന്നെ ഉണ്ടായിരിക്കണം. അത് രണ്ട് രീതിയിൽ കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഏതൊക്കെയാണ്, ഒന്ന് കൈനറ്റിക് എനർജി ആയിട്ട് പോയി, അടുത്തത് ഇലക്ട്രോൺസിനെ ഇജക്ട് ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിച്ചു. അങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ഒബ്സർവേഷൻ കണ്ടത്, കൂടുതൽ ഇന്റൻസിറ്റിയുള്ള ലൈറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തു. അതിനെങ്ങനെയാണ് എക്സ്പ്ലനേഷൻ കൊടുത്തതെന്ന് നോക്കാം. സോ അടുത്ത കാര്യം കണ്ടത്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഇൻക്രീസസ്. എപ്പോഴാണ് ഇൻക്രീസ് ചെയ്തത്, ഇന്റൻസിറ്റി കൂട്ടിയപ്പോൾ. ഇന്റൻസിറ്റി ഇൻക്രീസ് ചെയ്തപ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്തത് ഇൻക്രീസ് ചെയ്തു. അതിന്റെ അർത്ഥം കൂടുതൽ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫോട്ടോൺസ് ഉണ്ടാവുക എന്നാണ്. കൂടുതൽ ഇന്റൻസിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഉണ്ടാകുക. അപ്പൊ കൂടുതൽ ഫോട്ടോൺസ് വന്ന് പതിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, കൂടുതൽ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യും. ഇങ്ങനെയാണ് പ്ലാങ്ക് ക്വാണ്ടം തിയറി ഉപയോഗിച്ച് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഡ്യുവൽ നേച്ചർ, പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ കണ്ടു. അതിൽ വേവ് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്ത് ഡിഫ്രാക്ഷനും ഇന്റർഫറൻസ് മുതലായ പ്രതിഭാസങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്തു. എന്നാൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് സാധിച്ചില്ല, ഈ വേവ് നേച്ചറിന് സാധിച്ചില്ല. അപ്പൊ പാർട്ടിക്കിൾ നേച്ചർ കൺസിഡർ ചെയ്യേണ്ടി വന്നു. അപ്പൊ ആകെ ഒരു ആശയക്കുഴപ്പമുണ്ടായി ശാസ്ത്രജ്ഞരുടെ ഇടയിൽ, ഏത് നേച്ചർ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് കൊടുക്കണം എന്ന്. അങ്ങനെ അവസാനം ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം എന്നോണം ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്, വേവ് നേച്ചറുമുണ്ട് എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നു. ഇനി എക്സ്പെരിമെന്റ്സ് നടത്തിയപ്പോൾ കണ്ട കാര്യം, മാറ്ററുമായിട്ട് റേഡിയേഷൻ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവയ്ക്ക് പാർട്ടിക്കിൾ നേച്ചർ ആണ് എന്നും, എന്നാൽ അവ പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു മീഡിയത്തില് സഞ്ചരിക്കുമ്പോൾ അവയ്ക്ക് വേവ് നേച്ചർ ആണ് എന്നും പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കണ്ടത് അങ്ങനെയാണ്. ഈ ഒരു ഐഡിയ പുതുമയുള്ള ഒരു ഐഡിയ ആയിരുന്നു കാലത്തെ ശാസ്ത്രജ്ഞർക്ക്. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് എന്നൊക്കെ നിരവധി പരീക്ഷണങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് നടന്നു. പക്ഷെ നമുക്കറിയാം മാറ്ററിന് തന്നെ വേവ് നേച്ചർ ഉണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. പിന്നീട് ഇലക്ട്രോണിന്റെ വേവ് നേച്ചർ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇലക്ട്രോണിന്റെ വേവ് നേച്ചറാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, ഇനി ഈ ഭാഗത്ത് നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്? ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് വൺ, റൈറ്റ് ദ ഒബ്സർവേഷൻസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എക്സ്പെരിമെന്റ്. ആ എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. Now third one, how is photoelectric effect is explained by Einstein using Planck's quantum theory? Okay, ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ദീസ് 3 ക്വസ്റ്റ്യൻസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഈ ടോപ്പിക്ക് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.